നമസ്കാരം. നല്ല സുഖമില്ലാതെയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തതുകൊണ്ട്, നിലമ്പൂരിൽ യാത്ര ചെയ്തതുകൊണ്ട് ഉണ്ടായ മഴ കൊണ്ട് ഉണ്ടായൊരു ജലദോഷവും ത്രോട്ട് ഇൻഫെക്ഷനും പനിയൊക്കെയാണ് എന്നെ വല്ലാതെ അവസ്ഥയാക്കി. എന്നാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം മുല്ലപ്പെരിയാർ തന്നെയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് കുത്തനെ അതിൽ മുല്ലപ്പെരിയാറിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയാണ്. എന്നാൽ ഇന്നത് വളരെ വേഗത്തിൽ കുതിച്ചു കയറുകയാണ്. 129 അടിയിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. ഇന്നലെ 122 അടിയിൽ നിന്ന് 7 അടി കൂടി ഉയർന്ന് 129 അടിയിലേക്ക് കുതിച്ചുയരുകയാണ്. 7491 ക്യൂബിക് വെള്ളമാണ് ഇന്നലെ കുതിച്ച് വരുന്നതെങ്കിൽ ഔട്ട്ഫ്ലോ ആപ്പട 490 ഉള്ളൂ. അതായത് അത്രയും വേഗത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വെള്ളം കുതിച്ചെത്തുന്നത്. ആ വെള്ളം കുതിച്ചെത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായ പേടി തന്നെ കഴിയണമെന്നുള്ളതാണ് സത്യം. അതായത് കേരളത്തിലെ ജനങ്ങളല്ല, ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ ഭീതിയോടെ കഴിയണം എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഡാം 130 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു സാധാരണ ഡാമിൻ്റെ ഡീകമ്മീഷൻ ചെയ്യേണ്ട കാലാവധി ലോകത്തിലുള്ള എല്ലാ നിയമങ്ങൾ പ്രകാരവും ശാസ്ത്രീയപരമായ വിശകലനം കൊണ്ടും 50 വർഷമാണ്. 45 മുതൽ 50 വർഷമാണ്. ഈ 50 വർഷം കഴിഞ്ഞാൽ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതുക്കിപ്പണിയണമെന്നാണ്. നമുക്കറിയാം, ഇടുക്കി ഡാമായാലും ശരി, മുല്ലപ്പെരിയാർ ഡാമായാലും ശരി, നമ്മുടെ ഇടുക്കി ജില്ലയിലെ മിക്ക ഡാമുകളും 50 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതായത് വലിയ ദുരന്തത്തിൻ്റെ ജലബോംബ് ആണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ കിടക്കുന്നത്. കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്ന ജലബോംബുകളാണ് മുല്ലപ്പെരിയാറും ഇടുക്കി ഡാമും. ഇത് പുതുക്കിപ്പണിയണമെന്ന് ആർക്കും താല്പര്യമില്ല. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം ഇതേപോലെ നിലനിർത്തി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന കൊല്ലത്തിൽ 100 കോടി രൂപ സീക്രട്ട് ഫണ്ട് നിന്ന് കിട്ടും രഹസ്യമായിട്ട്. അത് ചെലവാക്കുന്നത് ആർക്ക് എവിടെ കൊടുക്കുന്നതൊന്നും പറയേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രിക്ക്. കഴിഞ്ഞ 7 വർഷം മുമ്പ്, 2 വർഷം മുമ്പ് വരെ 700 കോടി, 100 കോടി രൂപ വീതമാണ് പിണറായി വിജയന് കിട്ടിയിട്ടുള്ളതിൻ്റെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതാണ് പോലീസ് എന്നെ ഓഫീസ് റെയ്ഡ് ചെയ്ത് കടത്തിക്കൊണ്ടുപോയത്. ഇപ്പോൾ 900 കോടി രൂപ പിണറായി വിജയൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. 9 കൊല്ലം കൊണ്ട്, 9 കൊല്ലത്തെ ഭരണം കൊണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇത് ഏത് സമയത്തും പൊട്ടാവുന്ന ഒരു സാധാരണ ബോംബല്ല. 100 ആറ്റം ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എനർജി വിസ്ഫോടനമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്നത്. ആ പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വെള്ളവും ചളിയും അതിശീഘ്രത്തിൽ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും മിന്നൽ വേഗത്തിൽ കുതിച്ച് പായും. അത് എല്ലാ ഭാഗത്തെയും ഒരേപോലെ ആയിരിക്കും പായുക. എവിടേക്കൊക്കെ? ഒന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക്, ഒന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക്, ഒന്ന് കോട്ടയം ജില്ലയിലേക്ക്, ഒന്ന് എറണാകുളം ജില്ലയിലേക്ക്. അങ്ങനെ ഈ കുതിച്ചു പായുന്ന വെള്ളം നമ്മളെ അറബിക്കടലിൽ പതിച്ചു കഴിഞ്ഞാൽ അതിനും വലിയ വിസ്ഫോടനം സംഭവിക്കും. ആ വിസ്ഫോടനം വലിയ സുനാമിയായി മാറും. അത് വെള്ളം തിരിച്ചു പോയി കടലിൻ്റെ പ്രത്യേകത കൊണ്ട് തിരിച്ചു വന്നാഞ്ഞടിക്കും. അങ്ങനെ കേരളം മുഴുവൻ നശിക്കാവുന്ന വലിയൊരു സംഭവമാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരു കപ്പൽ മുങ്ങുകയുണ്ട്. അതിൽ നിന്ന് പോയിട്ടുള്ള കണ്ടെയ്നർ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടൽ പോലെ എത്തി. അതിനർത്ഥം ആ വേവിൽ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ആഞ്ഞടിച്ച് മുംബൈ വരെയുള്ള ഏരിയ തുടങ്ങി ഇന്ത്യയുടെ ബോർഡറിൽ എവിടെ തുടങ്ങിയാണ് അറബിക്കടൽ ആരംഭിക്കുന്നത്, അതിൻ്റെ അറ്റം വരെയുള്ള കന്യാകുമാരി വരെയുള്ള ഏരിയയിൽ ഇത് സുനാമി ഉണ്ടാകും. ഇവിടെ മാത്രമല്ല ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കുക. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട സ്ഥാപനമാണ് എറണാകുളത്തുള്ള ഹൈക്കോടതി. ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കം, ഹൈക്കോടതി അടക്കം ചളിയിൽ പൂണ്ടുപോകും. അതിൻ്റെ എത്രയോ അടി ഉയരത്തിലായിരിക്കും വെള്ളം വന്ന് നിൽക്കുക. കടലിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വന്ന്, ഇവിടെ നിന്നുള്ള വെള്ളം വന്ന് ആഞ്ഞു അങ്ങോട്ട് അതായിക്കഴിഞ്ഞാൽ കൊച്ചി കംപ്ലീറ്റ് ചളിയിൽ പൂണ്ടുപോകും. അത്രയും ഭീകരാവസ്ഥയായിരിക്കും. അതായത് 7 വർഷം, നമുക്ക് 50 വർഷം കൊണ്ട് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഈ ഡാം 130 വർഷമായിട്ടും ഡീകമ്മീഷൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും കോടതിയും ഉത്തരം പറയേണ്ടതുണ്ട്. കോടതിയിലെത്തുന്ന വാദഗതികൾ സൂക്ഷ്മമായി പഠിച്ച് ഇത്തരം ഒരു വാദഗതി മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? തമിഴ്നാടിന് കൃത്യമായി വെള്ളം കിട്ടും. പുതിയ ഡാം വന്നാൽ കേരളത്തിനും വെള്ളം സുരക്ഷിതവുമാണ്. കേരളത്തിന് വെള്ളമല്ല വേണ്ടത്, സുരക്ഷിതമാണ്. ഏകദേശം 1 കോടി ജനങ്ങൾ കൊല്ലപ്പെടുന്ന ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ 1 കോടി ജനങ്ങൾ മാത്രമല്ല 6 ജില്ലകളില്ലാതാകും, കേരളമില്ലാതെയാവും. ഒരു ഭാഗം തമിഴ്നാട് കൊണ്ട്, ഒരു ഭാഗം കർണാടക കൊണ്ടുപോകും. അങ്ങനെ കേരളമേ ഇല്ലാതാക്കുന്ന ഈ പദ്ധതിക്ക്
വേണ്ടി നിൽക്കേണ്ടതാരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നാൽ പിണറായി വിജയൻ തമിഴ്നാടിൻ്റെ ഏജന്റായി പ്രവർത്തിക്കുകയാണ്. സുപ്രീം കോടതിയുള്ള കേസുകളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. ഇന്ന് കേരളത്തിൽ പെയ്യുന്ന മഴ എന്താണ്? ഭീകരമായ മഴയാണ് പെയ്യുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏരിയയിൽ വെള്ളത്തിനടിയിലാണ്. ഇന്നലെ രാത്രി മുതൽ ഇങ്ങോട്ട് പുറപ്പെട്ട മഴ ഈ നിമിഷം വരെ എവിടെയും നിന്നിട്ടില്ല. കോഴിക്കോട് ഇപ്പോൾ വലിയ കനത്ത മഴ പെയ്യുകയാണ്. നിലമ്പൂരിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഭയങ്കര കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 15 നദികളിൽ ആയിരുന്നു ഇന്നലെ വെള്ളപ്പൊക്കമുണ്ടാകും, പ്രളയമുണ്ടാകും എന്നുള്ള ഭീതിയായിരുന്നെങ്കിൽ ഇന്നത് 27 നദികളിൽ പ്രളയമുണ്ടാകുന്ന അവസ്ഥയാണ്. പല നഗരങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. നമുക്കറിയാം, ദേശീയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ദേശീയപാത. പല സ്ഥലങ്ങളിലൂടെയും വെള്ളലുണ്ടായി പൊട്ടിയൊലിച്ച് മണ്ണും കല്ലും ഇടിഞ്ഞ് തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഏത് സമയത്തും വലിയ വിള്ളലുണ്ടാകാം. അതിലേക്ക് നമ്മൾ കാറും വാഹനങ്ങളെല്ലാം പതിക്കാം. അതുകൊണ്ട് ദേശീയപാതയിലൂടെ അടക്കമുള്ള യാത്ര നിരോധിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. നമ്മൾ പല സ്ഥലങ്ങളിൽ വലിയ വിള്ളലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP ഗവൺമെൻറ്, BJPയുടെയും കേരള ഗവൺമെൻറ്റിൻ്റെയും വലിയ പദ്ധതിയാണെന്നും കേരളത്തിൻ്റെ വികസനമാണെന്നും പറഞ്ഞ് പിണറായി വിജയൻ വാദോരാതെ അതേപോലെ റിയാസ് വാദോരാതെ പറഞ്ഞിരുന്ന ദേശീയപാത ഇപ്പോൾ ദേശീയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ അറിയാം, സുർക്കി മിശ്രിതം എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പും ശർക്കരയും മറ്റും അടങ്ങുന്ന മിശ്രിതത്തിൽ ഉണ്ടാക്കിയ ഈ ഡാം ഒരു ഘട്ടത്തിൽ പൊട്ടിപ്പോയതാണ്. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മേജർ ജോൺ പെനിക്കുക്കിൻ്റെ നേതൃത്വത്തിൽ ഒരിക്കലുണ്ടായപ്പോൾ പൊട്ടിപ്പോവുകയും ആയിരക്കണക്കിന് ആളുകൾ നിർമ്മാണത്തിലുണ്ടായിരുന്നപ്പോൾ ഒലിച്ചു പോവുകയും അറബിക്കടലിൽ എത്തിയിട്ടുള്ളതാണ്. പിന്നീട് ഇത് പണിഞ്ഞിട്ടുള്ളത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ ഒരു പാരിക്കുഴി ദേവേന്ദ്രൻ എന്ന് പറയുന്ന വാസ്തുശില്പിയാണ്. അദ്ദേഹം സ്ഥാനം കാണുകയും അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയും കാലം നിന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ കാലത്തും ഇത് നിലനിൽക്കുക എന്നുള്ളതല്ല. അതിന് എത്ര തന്നെ സിമെൻ്റ് ഇട്ട് അടച്ചാൽ, തമിഴ്നാട് വന്ന് എത്ര തന്നെ സിമെൻ്റ് ഇട്ട് അടച്ചാലും, എത്ര ടൺ ചാക്കുകൾ സിമെൻറ്റ് കൊണ്ട് നിറച്ചാലും ഇത് ഏത് സമയത്തും പൊട്ടാം. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ഇതുവരെ കാണാത്ത ഭീകര മഴയും പ്രളയവും എല്ലാ ഭാഗത്തും കടന്ന് ഏത് സമയത്തും ഉണ്ടാകും. കേരളം മൊത്തത്തിൽ പ്രളയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാലുണ്ടോ ദുരവസ്ഥ ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ സുപ്രീം കോടതി എടുത്ത അഫിഡവിറ്റ് എന്താ അറിയോ? ഇത് ഞങ്ങൾക്ക് മുമ്പ് 2018 പ്രളയത്തെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ട്. അതായത് തമിഴ്നാടിന് അനുകൂലമായ ഒരു ഇത് അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ദുരന്തം വന്നാൽ നേരിടാൻ പറ്റുമെന്നാണ്. എങ്ങനെ നേരിടാൻ പറ്റും? 100 ആറ്റം ബോംബ് പൊട്ടിച്ചാൽ ഉണ്ടാകുന്ന വിസ്ഫോടനത്തോടെ കുതിച്ച് പാഞ്ഞൊഴുകി പോരുന്ന ബോംബിനെ എങ്ങനെ തടയാൻ പറ്റും? എത്രയോ അടി ഉയരത്തിൽ വെള്ളവും ചളിയും കൂടി കല്ലും എല്ലാം കൂടി ഇങ്ങോട്ട് മരങ്ങളും എല്ലാം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ തടയാൻ ഭൂലോകത്തൊരു ശക്തിക്കും കഴിയില്ല. കംപ്ലീറ്റ് തകർന്നടിഞ്ഞ് ഇല്ലാതായിത്തീരും. ആ ശക്തിയെയാണ് പിണറായി വിജയൻ നേരിടുമെന്ന് കള്ളസത്യവാങ്മൂലം കൊടുത്ത് ഗവൺമെൻറ്റിനെ പറ്റിച്ച് ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നത്. അതെ, ജനങ്ങളെ പറ്റിച്ച ആ പിണറായി വിജയൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം തന്നെയാണ് 2014 ഇവിടെ ഒരു മനുഷ്യച്ചങ്ങല തീർത്തപ്പോൾ മുല്ലപ്പെരിയാറിൽ പോയി വള്ളക്കടവിൽ പോയി പ്രസംഗിച്ചത്. എന്താണ് പ്രസംഗിച്ചത്? ഇവിടെ ഞങ്ങളുടെ ഭരണം വന്നാൽ ഡാം പുതുക്കി പണിയും, ഡീകമ്മീഷൻ ചെയ്യുമ്പോഴത്തെ ഡാം എന്ന് പറഞ്ഞത്. അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിലെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സുവർണ പദ്ധതികളാണ് അദ്ദേഹം ഏറ്റെടുത്തത്. എൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെ എൻ്റെ പദ്ധതിയാണ്, എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവകാശവാദവുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിതൃത്വമെല്ലാം ഏറ്റെടുത്ത്. എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് LDFിൻ്റെ പ്രകടന പത്രികയിലുണ്ടായിട്ടും ഇതുവരെ ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിയാത്തത്? അത് തമിഴ്നാട് ഗവൺമെൻറ്റുമായി ആലോചിച്ച് കൃത്യമായ സ്ഥലത്ത് പണിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയാൽ 500 കോടി രൂപ ആവശ്യം വരും. ഈ 500 കോടി കൊണ്ട് തീർക്കാവുന്ന പ്രശ്നത്തെ പിണറായി വിജയന് മാത്രം 900 കോടി രൂപ ഇതിനകം ലാഭം കിട്ടിക്കഴിഞ്ഞ് പോക്കറ്റിലേക്ക്. അപ്പോൾ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് പൊളിഞ്ഞോട്ടെ, ജനങ്ങൾ മരിച്ചോട്ടെ, 6 ജില്ലകൾ തകർന്നോട്ടെ, എല്ലാം നശിച്ചോട്ടെ, എന്നാലും എൻ്റെ പോക്കറ്റിലേക്ക് കാശ് വരില്ലോ, എനിക്ക് പറക്കാൻ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ഏത് സമയത്തും രക്ഷപ്പെടാൻ ഹെലികോപ്റ്റർ റെഡിയാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോൾ പിണറായി വിജയൻ ഹെലികോപ്റ്റർ
ഹെലികോപ്റ്ററിൽ അടുത്ത സുരക്ഷിതമായ സ്ഥലത്തേക്ക് പറക്കാൻ കഴിയും. കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും മരിച്ചു വീഴും. അവരെ ബോഡി പോലും കാണില്ല. ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും സമയം കിട്ടാതെ എല്ലാവരും വെള്ളത്തിനടിയിലായി അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകും. അത്രയും വലിയ ഭീകരമായ ഒരു വലിയ ദുരവസ്ഥയായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകുക എന്നാണ് ന്യൂയോർക്ക് ടൈംസ് തങ്ങളുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ന്യൂയോർക്ക് ടൈംസിന്, അമേരിക്കയിലുള്ള ന്യൂയോർക്ക് ടൈംസിന് പോലും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഈ വലിയ ദുരന്തത്തെ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ശാസ്ത്രീയമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരള ഗവൺമെൻറ്റിന് ഇതിനെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത മാതിരിയിലാണ് സുപ്രീം കോടതിയിൽ പോയി അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നതും തമിഴ്നാടിന് അനുകൂലമായ നിലപാടെടുക്കുന്നതും. നമുക്കറിയാം, തമിഴ്നാടിന് 5 ജില്ലകളിലേക്ക് വെള്ളം വേണം, അവർക്ക് വൈദ്യുതി വേണം, അത് എടുത്തോട്ടെ. പക്ഷേ ജനങ്ങൾ, കേരളത്തിൻ്റെ സുരക്ഷിതത്വം കൂടി വേണ്ടേ? എന്തുകൊണ്ടാണ് അതിനുവേണ്ടി പിണറായി വിജയൻ തയ്യാറാവാത്തത്? അതാണ് പണത്തിന് മേതെ പരുന്തും പറക്കില്ല. ഇവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരടക്കം മരിക്കില്ലേ? ഈ 6 ജില്ലകളിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരടക്കം ഇവിടുന്ന് രക്ഷപ്പെടുത്തി പിണറായി വിജയൻ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അവരെപ്പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവരും ചത്തോട്ടെ എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ നിലപാട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. 100 ആറ്റം ബോംബ് പൊട്ടിച്ചാലുണ്ടാകുന്ന വിസ്ഫോടനമായിരിക്കും, അതിഭീകരമായ അവസ്ഥയായിരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഏത് സമയത്തും മുണ്ടക്കൈ ദുരന്തം മല ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാവുന്ന ഒരവസ്ഥയിലാണ് കേരളം. എല്ലാ സ്ഥലത്തുനിന്നും മണ്ണ് തുറന്നെടുത്തിരിക്കുന്നു, പാറ എടുത്തിരിക്കുന്നു, അങ്ങനെ പരിസ്ഥിതി തൊഴിലവസ്ഥ തകർന്നിരിക്കുന്നു. നമ്മുടെ എല്ലാ മേഖലകളിലും ഇതേപോലെ ആക്കി വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഈ മഴയിൽ തന്നെ ആദ്യമുണ്ടായുള്ള ദുരന്തം എന്ന് പറയുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടി വരുന്നത് നമ്മുടെ ദേശീയപാത ദുരന്തം തന്നെയാണ്. എവിടെയൊക്കെയാണ് വിള്ളൽ? 300 സ്ഥലങ്ങളിൽ ഇതിനകം വിള്ളലുണ്ടായി എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിലൂടെ അതിവേഗത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ജനങ്ങൾ ഇപ്പോൾ അതിലേ പോകുന്നത് ആത്മഹത്യയായിരിക്കും എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. ഇതുപോലെയാണ് നമ്മുടെ സ്ഥിതി. നന്ദി, നമസ്കാരം.